ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. മെനഞ്ഞാന്ന് ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് വെള്ളിയാഴ്ച വിതരണം ചെയ്യുമെന്നും പറഞ്ഞു. അത് സത്യമാണ്. വെള്ളിയാഴ്ച തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് അത് വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാങ്കിൽ പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ ആ പൈസ വന്നിട്ടുണ്ടോ എന്ന് തിരക്കണം. 1600 രൂപയാണ് ഒരു ഗഡുവാണ് ജൂലൈ മാസത്തെ. അത് ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പം വിചാരിച്ചല്ലേ? അതെല്ലാവർക്കും അയച്ചിട്ടുണ്ട് കേട്ടോ. പോയി തിരക്കി നോക്കണം. പിന്നെ ചേച്ചി ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ന്യൂസിൽ ചേച്ചി ഇതുപോലെ കാണുമ്പോഴാണ് ചേച്ചി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ന്യൂസിൽ വരുമ്പോൾ നമ്മൾ സത്യമാണെന്ന് അറിയാമല്ലോ. പിന്നെ കേന്ദ്ര പദ്ധതിയൊക്കെ വരുന്നത് അത് വേറെ ഇതിലെങ്കിലും വായിക്കുമ്പോഴാണ് ചേച്ചി അത് പറഞ്ഞു തരുന്നത്. പിന്നെ കറക്റ്റ് ഡേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചേച്ചി പിന്നെ ആ വീഡിയോ ഇടാറുമില്ല. പിന്നെ കറക്റ്റായിട്ട് ഡേറ്റ് എപ്പോഴെങ്കിലും അറിഞ്ഞാൽ മാത്രമേ ഞാൻ ആ വീഡിയോ ഇടാറുള്ളൂ. അപ്പോൾ പിന്നെ ഇന്ന് ഞാൻ ഇതുപോലെ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇതുപോലെ അത് ന്യൂസിൽ ഞാൻ കാണാനിടയുണ്ടായി. നമ്മുടെ ആശാ വർക്കേഴ്സ്മാർക്ക് ഇൻസെൻറ്റീവായിട്ട് കിട്ടിയിരുന്ന 2000 രൂപ അതിൽ 1500 രൂപയും കൂടെ കൂട്ടി 3500 രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രേമചന്ദ്ര MP ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു സാറ് ഇതുപോലെ 2000 രൂപ 1500 കൂടെ കൂട്ടി ആശാ വർക്കേഴ്സിന് 3500 രൂപ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുവെന്ന് പറയുന്നത്. പിന്നെ വേതനവും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആരോഗ്യ മേഖലയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നും പറഞ്ഞു. പിന്നെ ഇതിനകത്ത് 10 വർഷം നിങ്ങൾ ഇതിനകത്ത് സേവനം അനുഷ്ഠിച്ചിട്ട് നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇതിനുമ്പോൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് 20,000 രൂപയായിരുന്നു. പക്ഷേ അതിപ്പം കൂട്ടിയിട്ടുണ്ട്. അത് 50,000 രൂപ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുണ്ട്. അത് ആയുഷ്മാൻ ആരോഗ്യ അതിൻ്റെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പ്രകാരം നിങ്ങൾക്ക് 1000 രൂപ കിട്ടുന്നുണ്ടോ? അത് നിങ്ങൾ വാങ്ങുന്നുണ്ടോ? അതോ നിങ്ങൾക്കിത് അറിയത്തില്ലയോ? അതിൽ നിന്ന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ പ്രകാരം പ്രതിമാസം 1000 രൂപ ഇൻസെൻറ്റീവും യൂണിഫോമും തിരിച്ചറിയൽ കാർഡും മൊബൈലും പിന്നെ അതിനൊരു സിം കാർഡും അതിൻ്റെ സിം കാർഡിൻ്റെ പേര് CUG സിം അത് പിന്നെ നിങ്ങൾക്ക് വിശ്രമമുറി പിന്നെ ആശാ ഡയറി ഡ്രഗ് കിറ്റ് പിന്നെ ഇത്രയും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയോ അതോ ചുമ്മാതെ മന്ത്രി പറഞ്ഞോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കിത് കിട്ടിയിട്ടുണ്ടോയെന്ന് തിരക്കാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. ഇതൊക്കെ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് സന്തോഷമല്ലേ? പക്ഷേ ഇനി ബാക്കി സംസ്ഥാന സർക്കാരിനോട് കൂട്ടുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കൂലേ? ഇനി അവരും കൂടെ കൂട്ടുമായിരിക്കും. കേന്ദ്ര സർക്കാർ കൂട്ടാഞ്ഞാൽ ഇതുവരെ അവർ വെയിറ്റ് ചെയ്തിട്ടിരുന്നേ. ഇനിയിപ്പോൾ അവരും കൂട്ടുമായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓണമൊക്കെ അടിച്ചു പൊളിക്കുക. ഓണമല്ലേ വരുന്നേ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തർ ചെയ്യുന്ന ജോലിയുടെ മികവനുസരിച്ചാണ് അവർക്ക് കിട്ടുന്ന ശമ്പളവും കേട്ടോ. അതുകൊണ്ട് ഓരോരുത്തർക്കും ചിലപ്പോൾ എല്ലാവർക്കും ഒരേ സൈസ് ജോലി അല്ലായിരിക്കും അല്ലേ. അത് കൂടിയും കുറഞ്ഞും ഇരിക്കും ശമ്പളം കിട്ടുന്നത്. അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, നിങ്ങൾ സമരം ചെയ്തതിനും എല്ലാത്തിനും ഇപ്പോൾ അതിനൊരു പകുതി തീർച്ച വന്ന് ഇനി പകുതി തീർച്ച വരാനുണ്ട് അല്ലേ. അപ്പോൾ അതും വരുമെന്ന് നമുക്ക് ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ കൂട്ടിയുമ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറയാൻ പറ്റത്തില്ല. കൂട്ടിയേ പറ്റത്തുള്ളൂ. പിന്നെ അവരിനി കൂട്ടാതിരിക്കത്തില്ല, കൂട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. ഇതുപോലെ ചേച്ചി പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടെന്ന്. പിന്നെ ഒരെണ്ണം ചേച്ചി വായിച്ചായിരുന്നു. പ്രധാനമന്ത്രിയുടെ ജീവൻ ജ്യോതി ബീമാ യോജനയിൽ ഉൾപ്പെടുത്തി 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? പിന്നെ അപകടത്തിൽ മരിക്കുന്നവർക്ക് 2 ലക്ഷം രൂപയും അംഗവൈകല്യം വരുന്നവർക്ക് 1 ലക്ഷം രൂപയും ഇൻഷുറൻസ് പരിരക്ഷ നൽകി പ്രധാനമന്ത്രി ശ്രം യോഗി മർദ്ദൻ പദ്ധതി പ്രകാരം പ്രതിമാസം 3000 രൂപയുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കി. അത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് തിരക്കി നോക്കണം. ഇതൊക്കെ ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ ആശാ വർക്കർമാർക്കും ആശാ വർക്കറിനും ആശ്രിതമാർക്കും വേണ്ടി പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സത്യമാണോ നിങ്ങളൊന്ന് അന്വേഷിക്കണം. നിങ്ങൾക്കത് ആനുകൂല്യമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം.
അതോ മന്ത്രി ചുമ്മാതെ പറയാമെന്നൊന്നും അറിയത്തില്ല. ചേച്ചി ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് പറഞ്ഞു തരണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്ന് ഇട്ടത്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ഒന്ന് തിരക്കി നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ട് വരുന്നതായിരിക്കും. എല്ലാവരും ക്ഷേമ പെൻഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ കാർഡ് കൊണ്ടുപോയി, നിങ്ങളുടെ പാസ്ബുക്ക് കൊണ്ടുപോയി തിരക്കി നോക്കണം. അപ്പോൾ ബൈ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ ഒന്ന് അമർത്തി കൊടുക്കണം. പിന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ. കമൻറ്റൊക്കെ ഇട്ടാലല്ല ചേച്ചി പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ.